എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ കേക്കിന് സെയിം സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിന്റെ ഫ്ലേവർ ആണ്. നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. വായിൽ ഇടുമ്പോൾ തന്നെ മെൽറ്റ് ആയി പോകുന്ന ഒരു കേക്കാണ്. എന്റെ അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നു 8th മെയിന്. അപ്പൊ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു പോർഷനിൽ ഞാൻ ആ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് എങ്ങനെയാണ് ചെയ്തതെന്നും ഗനാഷ് ഒഴിക്കുന്നതൊക്കെ വീഡിയോ എടുത്തത് ക്യാമറയിൽ വന്നിട്ടില്ല. ക്യാമറ ഓഫ് ആയിരുന്നു ആക്ച്വലി. അത് ഞാൻ എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്, അത് കണ്ടില്ല. അപ്പൊ അതൊന്ന് ക്ഷമിക്കുക ഗൈസ്. എനിക്ക് നല്ല സങ്കടമുണ്ട് അത് കാണിക്കാൻ പറ്റത്തിന്. കാരണം ഒരു മെയിൻ പാർട്ടായിരുന്നു കേക്കിന്റെ അതെങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്തതെന്ന്. പിന്നെ ഞാൻ ഒന്നുകൂടെ അത് എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday dear Jittu. Happy birthday to you. ആദ്യം നമുക്ക് പ്രളയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇത് നല്ല ബ്രൗൺ കളറായി കിട്ടുമ്പോൾ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ ബദാമും കാഷ്യൂ നട്ട്സും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നതാണ്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് തണുക്കുമ്പോൾ കട്ടിയായി കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള മിശ്രിതം തയ്യാറാക്കാം. സാധാരണ കേക്കുകൾ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചാണ് സോക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ കേക്ക് നമ്മൾ ഈ പാലിൻ്റെ ഒരു മിക്സ് വെച്ചാണ് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. ഇനി അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയ സാഷയിലുള്ള ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് 1 സാഷയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലാതെയാണുള്ളെങ്കിൽ 1 സ്പൂണോ 1.5 സ്പൂണോ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് തയ്യാറാക്കിയ മിശ്രിതം പോലെ നമുക്ക് ഒന്നുകൂടെ തയ്യാറാക്കണം. അത് നമുക്ക് കേക്കിൻ്റെ മിക്സ് ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാനായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെയും 1 സാഷേ ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 സാഷേ 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്തുനിന്ന് 3 ടീസ്പൂൺ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആ 3 ടീസ്പൂൺ മൈദയ്ക്ക് പകരം ഞാനിവിടെ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം 3 പ്രാവശ്യം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം മുട്ടയുടെ വെള്ളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 മുട്ടയുടെ വെള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഈ കേക്കിൽ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇനി നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് മുട്ടയുടെ വെള്ളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുട്ടയുടെ മഞ്ഞ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു കപ്പിൻ്റെ മെഷർ 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും എണ്ണയും എല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബൂസ്റ്റിൻ്റെ ഒരു മിശ്രിതം ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബൂസ്റ്റിൻ്റെ മിശ്രിതം ആഡ് ചെയ്ത് കേക്ക് ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഇരിക്കുന്നത്. ഒരുപാട് ലൂസും ആവാൻ പാടില്ല. ഞാൻ 1/4 കപ്പ് പാലിലാണ് ചെയ്തത്. അതിൽ ഇത്രയും ബാക്കി വന്നു, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു കേക്ക് ഏത് മൗളിലാണോ ചെയ്യേണ്ടത് അതിലേക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കേക്ക് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. കേക്ക് ബാറ്റർ മൗളിൽ ഒഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വിനീഗർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഇത് ഒഴിക്കാവുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് കേക്ക് ബാറ്റർ ഈ മൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ കേക്ക് ബാറ്റർ മൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിൽ എയർ ബബിൾസ് ഉണ്ട്, അതൊന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് ബേക്കാക്കി എടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ 25 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്തപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയത്. 25 മിനിറ്റിൽ ബേക്കായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് നമ്മുടെ സ്പഞ്ച് കേക്ക്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്കിത് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചൂട് മാറിയതിന് ശേഷമേ ഇത് മൗൾഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് എത്ര ലെയേഴ്സ് വേണോ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുകയാണ്. ഒരു വലിയ ബൗളിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റിഫ് പീക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഞാൻ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് ബൂസ്റ്റാണ്. പിന്നെയും ഒരു സാഷേ ബൂസ്റ്റാണ് ഇടുന്നത്. ഒരു സാഷേ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലേവർ കിട്ടും ബൂസ്റ്റ് ചേർക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ കേക്കിൻ്റെ ഐസിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബൂസ്റ്റൊക്കെ ചേർത്ത്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ റൗണ്ട് ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസിങ് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയില്ലേ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് കണ്ടൻസ് മിൽക്കും പാലും ബൂസ്റ്റും കൂടി ഉള്ളത്, അതെടുത്തിട്ട് നമുക്ക് ഈ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. കേക്കിൽ വിപ്പിംഗ് ക്രീം ആദ്യത്തെ ലെയർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പ്രലൈൻ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് പ്രലൈൻ ഇടുമ്പോഴത്തേക്കും. കാരണം ഇങ്ങനെ നമ്മൾ ഓരോ കേക്കിൻ്റെ പീസ് എടുക്കുമ്പോൾ അത് നല്ല ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇതിന് സെയിം സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പ്രലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്കും നന്നായിട്ട് സോക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സെയിം ഇതുപോലെ തന്നെ ക്രീം വെച്ച് റിപ്പീറ്റ് ചെയ്യാം. സെയിം നമ്മൾ ഏത് ഇതാണോ ചെയ്തത് ഫസ്റ്റ് ലെയറിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് ഫുള്ളാക്കി എടുക്കാം, കവർ ചെയ്തെടുക്കാം ക്രീം കൊണ്ട്. അപ്പം ഞാൻ നമ്മുടെ കേക്ക് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് സെറ്റ് ചെയ്യാം. എന്നാലേ ഇത് നന്നായിട്ട് ക്രീമൊക്കെ അതിലേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നെക്സ്റ്റ് ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷനായിട്ട് ഗനാഷ് തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒരു 85ഓളം ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1 സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് മെൽറ്റാക്കി എടുത്തിരിക്കുകയാണ്. സോറി ഗൈസ്, ഞാൻ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ചതും ഗനാഷ് ഒഴിച്ചതൊന്നും എൻ്റെ ക്യാമറയിൽ ഷൂട്ടായിട്ടില്ലായിരുന്നു. ഐ എം സോ സോറി. അപ്പം ഞാൻ എൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയ കേക്ക് ഡെക്കറേഷൻസ് ആണ്. എന്നിട്ട് അതിനകത്തേക്ക് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കേക്ക് നന്നായിട്ട് ടച്ചപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. താഴെ കുറച്ച് പ്രലൈൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സസ് ആയിട്ട് വീണ് ഗനാഷൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം അത് ഞാൻ തുടച്ച് കളഞ്ഞിരിക്കുകയാണ് കേക്ക് ബോർഡിൽ നിന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ക്യാമറ ഓഫായിരുന്നു ആ ഡെക്കറേഷൻസ് കാണിച്ചപ്പോൾ. എനിക്ക് ശരിക്കും സങ്കടമായത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചാൽ ഇതുപോലെ കോൺ ഷേപ്പിൽ ഞാൻ ചോക്ലേറ്റ് ഉരുക്കിയിട്ട് ചെയ്ത ഡെക്കറേഷൻസ് ആണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോൺ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് കോൺ ഊരി എടുത്തപ്പം ഈ ഒരു ഷേപ്പായി കിട്ടിയതാണ്. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡെക്കറേഷൻസ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് വെച്ചോ അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ലഡ്ഡു പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഡാർക്ക് ചോക്ലേറ്റിലൊന്ന് മുക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. എന്നിട്ട് പ്രലൈനിലും കൂടെ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ ചെയ്യാതെ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇത് ഡെക്കറേഷൻസിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേക്കിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് വായിലിടുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള കേക്കാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീട്ടിൽ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.